ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ ഇറ്റ് സ്പൈസ് ഉപയോഗിച്ച് സിമ്പിൾ ഇലക്ട്രോണിക് പവർ ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ സിമുലേഷൻ പരിശോധിക്കും. ഈ സിമ്പിൾ ഇലക്ട്രോണിക് സർക്യൂട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഡയറക്റ്റ് കറണ്ടിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. കൂടാതെ പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിന് ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫുൾ വേവ് റെക്ടിഫയർ നിർമ്മിക്കുക, സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോപ്പർ സർക്യൂട്ട് നിർമ്മിക്കുക. ഇൻട്രൊഡക്ഷൻ ടു റെക്ടിഫയേഴ്സ്. ഒരു റെക്ടിഫയർ എന്നത് ഒന്നോ അതിലധികമോ ഡയോഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണമാണ്. അത് ഒരു ദിശയിലേക്ക് മാത്രം കറന്റ് അനുവദിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഡയറക്റ്റ് കറന്റാക്കി മാറ്റുന്നു. ഇപ്പോൾ വ്യത്യസ്തതരം റെക്ടിഫയറുകൾ നോക്കാം. അവയാണ് ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ. ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ ഏറ്റവും ലളിതമായ റെക്ടിഫയറാണ്. അതിൽ ഒരു സിംഗിൾ ഡയോഡ്, AC സോഴ്സ്, ലോഡ് റെസിസ്റ്റർ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറുകൾ ഇൻപുട്ട് AC വേവ് ഫോമിന്റെ രണ്ട് ഭാഗങ്ങളും റെക്ടിഫൈ ചെയ്യുന്നു. അതിന്റെ ഫലമായി ഹാഫ് വേവ് റെക്ടിഫയറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സുഗമമായ DC ഔട്ട്പുട്ട് ലഭിക്കും. രണ്ട് പ്രധാന തരം ഫുൾ വേവ് റെക്ടിഫയറുകൾ ഉണ്ട്: സെന്റർ ടാപ്ഡ്, പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയറുകൾ. ഇനി ചോപ്പർ സർക്യൂട്ടുകൾ എന്താണെന്ന് നോക്കാം. DC ടു DC കൺവേർട്ടറുകൾ അല്ലെങ്കിൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്നു അറിയപ്പെടുന്ന ചോപ്പർ സർക്യൂട്ടുകൾ DC വോൾട്ടേജ് ഒരു ലെവലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് നിയന്ത്രിക്കാനും ക്രമീകരിക്കാനും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. ചോപ്പർ സർക്യൂട്ടുകളുടെ ടൈപ്പുകൾ: സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ അല്ലെങ്കിൽ ബക്ക് കൺവെർട്ടർ, സ്റ്റെപ്പ് അപ്പ് ചോപ്പർ അല്ലെങ്കിൽ ബൂസ്റ്റ് കൺവെർട്ടർ. ഇവ ഓരോന്നും വിശദമായി നോക്കാം. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. ഒരു ബക്ക് കൺവെർട്ടറിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കുറവാണ്. സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. ഒരു ബൂസ്റ്റ് കൺവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന് മുകളിലേക്ക് ഉയർത്തുന്നു. അടുത്തതായി സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു സിമ്പിൾ ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെയും പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെയും നിർമ്മാണം നമുക്ക് നോക്കാം. ഇതിനായി നിങ്ങൾക്ക് ഇനി പറയുന്ന ഉപകരണങ്ങളും എക്യുപ്മെന്റുകളും ആവശ്യമാണ്: പേഴ്സണൽ കമ്പ്യൂട്ടർ, പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത സിമുലേഷൻ സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫുൾ വേവ് റെക്ടിഫയർ നിർമ്മിക്കാം. ആദ്യം PC-യിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സിമുലേഷൻ സോഫ്റ്റ്വെയർ തുറക്കുക. ഒരു പുതിയ ഫയൽ സൃഷ്ടിക്കാൻ ന്യൂ സ്കീമാറ്റിക് ക്ലിക്ക് ചെയ്യുക. ഇനി ഫുൾ വേവ് റെക്ടിഫയറിന്റെ നിർമ്മാണത്തിനാവശ്യമായ കോമ്പോണന്റ്സ് സ്ഥാപിക്കാം. അതിനായി നമുക്ക് ഇൻഡക്ടറുകൾ, ഡയോഡ്, റെസിസ്റ്ററുകൾ, ഒരു വോൾട്ടേജ് സോഴ്സ് എന്നിവ ആവശ്യമാണ്. സ്കീമാറ്റിക്കൽ കോമ്പോണന്റ് സ്ഥാപിക്കുന്നതിന് മെനു ബാറിലെ കോമ്പോണന്റ് സെലക്ട് ചെയ്യുക. ടിപ്സ്: കോമ്പോണന്റ് സ്ഥാപിക്കുന്നതിന് കീബോർഡിൽ P എന്ന് ടൈപ്പ് ചെയ്യാം. സെർച്ച് ബോക്സിൽ വോൾട്ടേജ് എന്ന് ടൈപ്പ് ചെയ്ത് പ്ലേസ് ദ കോമ്പോണന്റ് സ്കീമാറ്റിക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി കോമ്പോണന്റ്സ് ഡയലോഗ് ബോക്സിൽ ഇൻഡക്ടറുകൾക്കായി സെർച്ച് ചെയ്യുക. അതിനായി ഇൻഡക്ടർ എന്ന് ടൈപ്പ് ചെയ്ത് സ്കീമാറ്റിക്കിൽ സ്ഥാപിക്കുക. ഇവിടെ നമുക്ക് 3 ഇൻഡക്ടറുകൾ ആവശ്യമാണ്. അതിനാൽ സ്റ്റെപ്പുകൾ വീണ്ടും ആവർത്തിക്കുക. റിവേഴ്സ് ചെയ്യുന്നതിന് Ctrl+R ക്ലിക്ക് ചെയ്യുക. അടുത്തതായി കോമ്പോണന്റ്സിന്റെ മെനു ഡയോഡിനായി സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടായി D ക്ലിക്ക് ചെയ്യുക. ബാക്കിയുള്ള 2 ഡയോഡുകൾക്ക് സമാനമായി ആവർത്തിക്കുക. അടുത്തതായി കോമ്പോണന്റ്സിന്റെ മെനുവിൽ റെസിസ്റ്ററിനായി സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടായി R ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്രൗണ്ട് സ്ഥാപിക്കാൻ കീബോർഡിൽ G ക്ലിക്ക് ചെയ്ത് സ്കീമാറ്റിക്കിൽ സ്ഥാപിക്കുക. ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും സ്കീമാറ്റിക്കിൽ സ്ഥാപിച്ച ശേഷം കോമ്പോണന്റുകൾക്കിടയിൽ വയറിംഗ് ആരംഭിക്കുക. വയറിംഗിനായി മെനുവിലേക്ക് പോയി വയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടിപ്സ്: വയറിംഗ് ഷോർട്ട്കട്ടിനായി വയറിംഗ് ആരംഭിക്കാൻ W ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് വയർ അപ്പ് ചെയ്ത് ഗ്രൗണ്ടുമായി കണക്ട് ചെയ്യുക. അടുത്തതായി നമുക്ക് വോൾട്ടേജ് സ്പെസിഫിക്കേഷനുകൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്.
അതിനായി ആദ്യം വോൾട്ടേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. ഇൻപുട്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നതിന് സൈൻ മോഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കോളങ്ങൾ ഫില്ല് ചെയ്യുക. ഇവിടെ ഓഫ്സെറ്റ് വാല്യൂ ആപ്റ്റിറ്റ്യൂഡ് 230 വോൾട്ടായും ഫ്രീക്വൻസി 50 ഹെർട്സായും സെലക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സീരീസ് റെസിസ്റ്റൻസ് വാല്യൂ 0.1 മില്ലി ഓം ആയി സെലക്ട് ചെയ്യുക. അടുത്തതായി നമുക്ക് ഇൻഡക്റ്റൻസ് വാല്യൂ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഇൻഡക്ടറിൽ ആദ്യം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ ഇൻഡക്റ്റൻസ് വാല്യൂ 1 മില്ലി ഹെൻറി ആയി ഫിക്സ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഇൻഡക്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിന്റെ വാല്യൂ 40 മൈക്രോ ഹെൻറി ആയി ഫിക്സ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇൻഡക്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിന്റെ വാല്യൂ 40 മൈക്രോ ഹെൻറി ആയി ഫിക്സ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ആദ്യം റെസിസ്റ്ററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ റെസിസ്റ്റൻസ് വാല്യൂ 10 കിലോ ഓം ആയി ഫിക്സ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡയോഡ് സ്പെസിഫിക്കേഷൻ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ആദ്യം ഡയോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പിക്ക് എ ന്യൂ ഡയോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും ലിസ്റ്റിൽ നിന്ന് ഡയോഡ് 1N4148 സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഡയോഡിനും ഇതുതന്നെ ആവർത്തിക്കുക. ഇപ്പോൾ നമുക്ക് കപ്ലിംഗ് കോഎഫിഷ്യന്റ് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനായി ആദ്യം എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സ്പൈസ് ഡയറക്റ്റീവ് സെലക്ട് ചെയ്യുക. തുടർന്ന് KL1, L2, L31 എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ K എന്നത് കപ്ലിംഗ് കോഎഫിഷ്യന്റ് ആണ്. L1, L2, L3 എന്നിവ ഇൻഡക്ടറുകളുടെ ലേബലുകളാണ്. 1 എന്നത് കപ്ലിംഗ് കോഎഫിഷ്യന്റിന്റെ വാല്യൂവിനെ പ്രതിനിധീകരിക്കുന്നു. സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കണക്ഷനുകളും ശരിയാണെന്ന് ഉറപ്പാക്കുക. ഇനി നമുക്ക് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാം. ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് സിമുലേഷന്റെ ദൈർഘ്യം നിർണ്ണയിക്കേണ്ടതുണ്ട്. അതിനായി ആദ്യം കോൺഫിഗർ അനാലിസിസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ട് ആയി A പ്രസ് ചെയ്യുക. ഒരു ഡയലോഗ് ബോക്സ് ദൃശ്യമാകുന്നു. അതിൽ ട്രാൻസിയന്റ് സെലക്ട് ചെയ്ത് സ്റ്റോപ്പ് ടൈം ടൈപ്പ് ചെയ്യുക. ഇവിടെ 5 സൈക്കിളുകൾ കാണുന്നതിന് സ്റ്റോപ്പ് ടൈം 0.2 ആയി സെറ്റ് ചെയ്യൂ. അതായത് ഫ്രീക്വൻസി കൊണ്ട് ഹരിക്കുന്ന സൈക്കിളുകളുടെ എണ്ണം സ്റ്റോപ്പ് ടൈമിൽ തുല്യമാണ്. ഇപ്പോൾ നമുക്ക് സിമുലേഷൻ റൺ ചെയ്യാം. അതിനായി റൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടായി Alt+R അമർത്തുക. ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ് പ്ലോട്ട് ചെയ്യാം. ഇൻപുട്ട് വേവ് ഫോംസ് പ്ലോട്ട് ചെയ്യുന്നതിന് ഇൻപുട്ട് വോൾട്ടേജുമായി കണക്ട് ചെയ്യുന്ന വയറിൽ കഴ്സർ സ്ഥാപിക്കുക. ഇൻപുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം ഒരു പ്രത്യേക പ്ലോട്ട് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാം. അതിനായി ആദ്യം മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് താഴെയുള്ള ആഡ് എ പ്ലോട്ട് പ്ലെയിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യാൻ കാണിച്ചിരിക്കുന്നത് പോലെ റെസിസ്റ്ററിനെ ഡയോഡായി കണക്ട് ചെയ്യുന്ന വയർ ക്ലിക്ക് ചെയ്യുക. ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് ഒരു പവർ ഇലക്ട്രോണിക് സർക്യൂട്ട് നിർമ്മിക്കാം. ഇവിടെ ഞങ്ങൾ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ ബക്ക് കൺവെർട്ടർ നിർമ്മിക്കും. നൽകിയിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് ആദ്യം ചോപ്പർ സർക്യൂട്ട് നിർമ്മിക്കുക. എല്ലാ കോമ്പോണന്റുകളും വയറും അതിനനുസരിച്ച് സ്ഥാപിക്കുക. വയേഴ്സ് സർക്യൂട്ട് ഡയഗ്രമിന് അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ സർക്യൂട്ടിലെ ഓരോ കോമ്പോണന്റിനും വാല്യൂസ് നൽകും. ഇൻപുട്ട് വോൾട്ടേജ് V1 = 50 വോൾട്ട്സ്. തുടർന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇൻഡക്റ്റൻസ് = 50 മൈക്രോ ഹെൻറി. ഓക്കെ ക്ലിക്ക് ചെയ്യുക. കപ്പാസിറ്റൻസ് = 100 മൈക്രോ ഫാരഡ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. റെസിസ്റ്റൻസ് = 1 ഓം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഞങ്ങൾ വോൾട്ടേജ് സ്പെസിഫിക്കേഷനുകൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ആദ്യം വോൾട്ടേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. പൾസ് മോഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കോളങ്ങൾ പൂരിപ്പിക്കുക.
ഇനീഷ്യൽ വോൾട്ടേജ് 0 വോൾട്ടായി സെറ്റ് ചെയ്യുക. വി ഓൺ വോൾട്ടേജ് =12. നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഉപയോഗിക്കുന്നതിനാൽ മിക്ക മോസ്ഫെറ്റുകൾക്കും 5 to 20 വോൾട്ടുകൾക്കിടയിലുള്ള വോൾട്ടേജുകൾ സ്വീകരിക്കാൻ കഴിയും. ടൈം ഡിലേ =0. റൈസ് ഫോൾ ടൈം 1 നാനോ സെക്കൻഡായി സെറ്റ് ചെയ്യുക. ടൈം ഓൺ =0.3. 10 മൈക്രോ സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടൈം പീരീഡ് =10 മൈക്രോ സെക്കൻഡ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡയോഡ് സ്പെസിഫിക്കേഷൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ആദ്യം ഡയോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പിക്ക് എ ന്യൂ ഡയോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പ്രത്യക്ഷപ്പെടും. ലിസ്റ്റിൽ നിന്ന് ഡയോഡ് MBRS1100 സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മോസ്ഫെറ്റ് സ്പെസിഫിക്കേഷൻ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായി മോസ്ഫെറ്റിൽ ആദ്യം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പിക്ക് എ ന്യൂ മോസ്ഫെറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ദൃശ്യമാകുന്നു. ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത മോസ്ഫെറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാം. ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് സിമുലേഷന്റെ ദൈർഘ്യം നിർണ്ണയിക്കേണ്ടതുണ്ട്. അതിനായി ആദ്യം കോൺഫിഗർ അനാലിസിസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടായി A പ്രസ് ചെയ്യുക. ഒരു ഡയലോഗ് ബോക്സ് ദൃശ്യമാകുന്നു. അതിൽ ട്രാൻസിയന്റ് സെലക്ട് ചെയ്ത് സ്റ്റോപ്പ് ടൈം ടൈപ്പ് ചെയ്യുക. ഇവിടെ സ്റ്റോപ്പ് ടൈം 0.15 മില്ലി സെക്കൻഡ്സ് ആയി സെറ്റ് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സിമുലേഷൻ റൺ ചെയ്യാം. അതിനായി റൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടായി Alt+R അമർത്തുക. ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ് പ്ലോട്ട് ചെയ്യാം. ഇൻപുട്ട് വേവ് ഫോംസ് പ്ലോട്ട് ചെയ്യുന്നതിന് ഇൻപുട്ട് വോൾട്ടേജുമായി കണക്ട് ചെയ്യുന്ന വയറിൽ കഴ്സർ സ്ഥാപിക്കുക. ഇൻപുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം ഒരു പ്രത്യേക പ്ലോട്ട് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാം. അതിനായി ആദ്യം മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് താഴെയുള്ള ആഡ് എ പ്ലോട്ട് പ്ലെയിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിമ്പിൾ ഇലക്ട്രോണിക് സർക്യൂട്ട് നിർമ്മിക്കാൻ, സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പവർ ഇലക്ട്രോണിക് സർക്യൂട്ട് നിർമ്മിക്കാൻ. വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.